ഒരു ടീനേജ് സമയത്ത് മധു സാറിൻ്റെ പ്രിയ കണ്ടിട്ട് അദ്ദേഹത്തെ വില്ലൻ ആയിട്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വെറുത്തു പോയിട്ടുള്ള ഒരാളാണ്. മധു സാറിൻ്റെ ആ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഞാൻ ബോംബെ പോയി സെറ്റിൽ ആവില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. ബോംബെയിൽ പോയപ്പോൾ പ്രിയയെ പറ്റിയാണ് ആദ്യമായിട്ട് ആലോചിച്ചത്. പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഏതെല്ലാം സീൻസ് അദ്ദേഹം പുഷ്പൻ സാർ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ ഓരോന്ന് മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നു. ആൾമോസ്റ്റ് ഒരു 90% നമ്മൾ വിചാരിച്ച സീൻസ് എല്ലാം അദ്ദേഹം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരേ ഒരു സങ്കടം ഓളവും തീരത്തിലെ ഒരു സീന് കൊടുത്തില്ല എന്നുള്ളത് മാത്രം. അതെനിക്ക് മനസ്സിന് വളരെ, ഉമ്മക്കുട്ടിക്ക് എന്തിനു സിന്ദൂരം എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്, അതുണ്ടായിരുന്നെങ്കിൽ ഓക്കെ. ഇനി ആ ഒരു സീന് വല്ലാതെ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ളതാണ്. എനിവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ദക്ഷിണയുടെ ക്ഷണം സ്വീകരിച്ചിട്ടും ആരെങ്കിലും പറഞ്ഞിട്ടും ഒക്കെ ഇവിടെ വന്നിട്ട് ഈ ഡോക്യുമെൻ്ററിയെ വളരെയധികം എൻജോയ് ചെയ്ത്, എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം, ഇരിക്കുന്ന കണ്ടാലും അറിയാം, വളരെയധികം എൻജോയ് ചെയ്തെന്ന് അറിയാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു നല്ല പടം, ഇങ്ങനെ ഒരു നല്ല ഡോക്യുമെൻ്ററി മോഹൻലാലിനെ മധു സാറിനെ ഇത്രയും കോംപ്രഹെൻസീവായിട്ട് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി നമുക്ക് തന്നതിന് ആദ്യം പുഷ്പനെ അഭിനന്ദിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. നന്ദി, നമസ്കാരം.